إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما صلوات الله والسلام على نبينا ورسولنا وقدوتنا محمد بن عبد الله وعلى آله وأصحابه وعلى من اتبعهم بإحسان إلى يوم الدين أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار സത്യവിശ്വാസികളെ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യവംശത്തെ സൃഷ്ടിച്ചിട്ടുള്ളത് അവനെ മാത്രം ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയാണ്. അവനെ ഇബാദത്ത് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് പഠിപ്പിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ കാലഘട്ടത്തിലേക്കും റസൂലുകളെ നിയോഗിച്ചു. ആ റസൂലുകൾ അവർ പഠിപ്പിച്ചു എങ്ങനെയാണ് അള്ളാഹുവിനെ ആരാധിക്കേണ്ടത്, എന്താണ് അള്ളാഹുവിനെ കുറിച്ച് അറിയേണ്ടത്. അങ്ങനെ അവസാനത്തെ റസൂലായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മിലേക്ക് നിയോഗിതനായി. ഇസ്ലാം എന്ന അള്ളാഹുവിന്റെ ദീനിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരിപൂർണമാക്കി. എല്ലാ കാലഘട്ടത്തിലും അള്ളാഹുവിന്റെ റസൂലുകളെയും ഈ ദീനിനെ കൊണ്ടു നടന്ന ആളുകളെയും നിഷേധിക്കാനും കളവാക്കാനും പരിഹസിക്കാനും അള്ളാഹുവിന്റെ ശത്രുക്കൾ ഉണ്ടായിട്ടുണ്ട്. അള്ളാഹുവിനെ നിഷേധിക്കുന്ന സൃഷ്ടാവിന്റെ അസ്തിത്വത്തെ തന്നെ നിഷേധിക്കുന്ന ആളുകൾ മുസ്ലിമീങ്ങളെ പരിഹസിക്കാൻ എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. ഈ കാലഘട്ടത്തിലും നമുക്കത് കാണാം. മതനിഷേധികളായിട്ടുള്ള സൃഷ്ടാവായ അള്ളാഹുവിനെ അംഗീകരിക്കാത്ത സ്വന്തം മിച്ചക്കടിമപ്പെട്ട് ജീവിക്കുന്ന ആളുകൾ അവരുടെ ആഭാസങ്ങൾക്കെതിരെ ഇസ്ലാമിന്റെ നിയമങ്ങൾ സംസാരിക്കുമ്പോൾ ഇസ്ലാമിനെ അപരിഷ്കൃത നിയമമെന്നും അപരിഷ്കൃതരായിട്ടുള്ള ആളുകളാണെന്നും പറഞ്ഞ് കളിയാക്കുന്നതും പരിഹസിക്കുന്നതും നാം കാണാറുണ്ട്. ഈ സമയത്ത് അവരെ നമുക്ക് ഓർമ്മിപ്പിക്കാറുള്ളത് എന്തായിരുന്നു സത്യനിഷേധികളുടെ, അള്ളാഹുവിനെ നിഷേധിച്ച ആളുകളുടെ, ഇസ്ലാമിനെ കളവാക്കിയ പരിഹസിച്ച ആളുകളുടെ പര്യവസാനം എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു നോക്കൂ, വലഖദ് ഇസ്തുഹ്സിഅ ബിറുസുലിൻ മിൻ ഖബ്ലിക് ഫഹാഖ ബില്ലദീന സഖറൂ മിൻഹും മാ കാനൂ ബിഹി യസ്തഹ്സിഊൻ. നിനക്ക് മുമ്പും നബിമാരെ അവർ കളിയാക്കിയിട്ടുണ്ട്, അവർ പരിഹസിച്ചിട്ടുണ്ട്. നീ നോക്കുക അവർക്കെന്താണ് ആ പരിഹസിച്ച ആളുകൾക്ക് എന്താണ് ഉണ്ടായിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താണോ അവർ പരിഹസിച്ചത് അതേ വിഷയത്തിൽ തന്നെ അവർക്ക് ബാധിക്കുകയുണ്ടായി. അവർക്ക് ശിക്ഷ അനുഭവിക്കുന്ന നഷ്ടം വരുന്ന അവസ്ഥയുണ്ടായിട്ടുണ്ട്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഖുൽ സീറൂ ഫിൽ അർദ്, നബിയെ പറയുക നിങ്ങൾ ഭൂമിയിലൂടെ സഞ്ചരിച്ചു നോക്കുക, ഫുമൻദുറൂ കൈഫ കാന ആഖിബത്തുൽ മുകദ്ദിബീൻ, എന്നിട്ട് നിങ്ങൾ നോക്കി പരിശോധിക്കുക, നോക്കിക്കാണുക അള്ളാഹുവിനെ നിഷേധിച്ച സത്യനിഷേധികളുടെ പര്യവസാനം എങ്ങനെയായിരുന്നു എന്ന് നിങ്ങൾ നോക്കിക്കാണുക. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മിപ്പിച്ചുള്ള കാര്യമാണത്. ലോകം കണ്ട ഏറ്റവും വലിയ ധിക്കാരിയും നിഷേധിയുമായിട്ടുള്ള ഫിർഔനിന്റെ ചരിത്രം അല്ലാഹു തആല ഖുർആനിലൂടെ പറഞ്ഞു തരുന്നത് ആ ഫിർഔനിന്റെ പര്യവസാനം എങ്ങനെയായിരുന്നു എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടാണ്. മൂസാ നബി അലൈഹി ഇസ്ലാമിനെ കളിയാക്കാനും പരിഹസിക്കാനും ഫിർഔൻ കാണിച്ച ധൃതിയിൽ അതേ രീതിയിൽ തന്നെ അല്ലാഹു തആല ഫിർഔനെ ശിക്ഷിച്ചിട്ടുണ്ട്. ഫിർഔൻ പറഞ്ഞ വാക്കുകൾ കാണാം, വഖാല ഫിർഔൻ യാ ഹാമാൻ ഇബ്നി ലി സർഹൻ ലഅല്ലി അബ്ലുഗുൽ അസ്ബാബ്. ഫിർഔൻ തന്റെ മന്ത്രിയായിട്ടുള്ള ഹാമാനെ വിളിച്ചു പറഞ്ഞു, ഹാമാനെ നീ എനിക്കൊരു സൗധം പണിയൂ, ആകാശത്തിലേക്കുള്ളത്, അസ്ബാബസ് സമാവാത് ഫഅത്തലിഉ ഇലാ ഇലാഹി മൂസ വഇന്നി ലഅظنഹു കാദിബാ. മൂസാ നബി അലൈഹിസ്സലാം അല്ലാഹുവിനെ കുറിച്ച് പറഞ്ഞപ്പോൾ, അല്ലാഹുവിൽ വിശ്വസിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഫിർഔൻ പറയുകയാണ്, ഈ മൂസ കളവാണ് പറയുന്നതെന്ന് തോന്നുന്നു, ഞാനൊന്ന് ആകാശത്തിലേക്ക് എത്തി നോക്കട്ടെ, ഈ മൂസയുടെ ഇലാഹ് അവിടെ ഉണ്ടോ എന്ന് കളിയാക്കിക്കൊണ്ട് പരിഹസിച്ചുകൊണ്ട് ഫിർഔൻ പറഞ്ഞു. അതുപോലെ തന്നെ ഫിർഔനിന്റെ ധിക്കാരം കൊണ്ട് പറഞ്ഞ വാക്കാണ്, ഫിർഔൻ പറഞ്ഞു, വനാദാ ഫിർഔൻ, ഫിർഔൻ അവന്റെ ആളുകളെ വിളിച്ചു പറഞ്ഞു, ഫീ ഖൗമിഹി ഖാല യാ ഖൗം
അലൈസ ലീ മുൽക്കു മിസ്ർ വഹാദിഹിൽ അൻഹാറു തജ്രി മിൻ തഹ്തി, എന്റെ സമൂഹമേ നിങ്ങൾക്കറിയില്ലേ ഈ മിസ്രിന്റെ ആധിപത്യം എനിക്കുള്ളതല്ലേ, എന്റെ കാലിൻ ചുവട്ടിലൂടെയല്ലേ ഈ അരുവികൾ ഒഴുകുന്നത്, ഈ കടൽ ഒഴുകുന്നത്, ഇതെല്ലാം ഒഴുകുന്നതിന്റെ അധികാരം എനിക്കല്ലേ എന്ന് ഫിർഔൻ പറഞ്ഞു. നോക്കൂ സഹോദരങ്ങളെ, ധിക്കാരത്തിന്റെയും നിഷേധത്തിന്റെയും പരിഹാസത്തിന്റെയും വാക്കുകൾ ഫിർഔൻ പറയുകയുണ്ടായി. അല്ലാഹു സുബ്ഹാനഹു വ തആല അതേ രീതിയിൽ തന്നെ ഫിർഔനിന്റെ അവസാനവും ഉണ്ടാക്കി. അല്ലാഹു തആല പറഞ്ഞു, വജാവസ്നാ ബിബനി ഇസ്രായീൽ അൽ ബഹർ, ബനു ഇസ്രായേലുകളെ കടൽ കടത്തിക്കൊണ്ട് കടൽ രണ്ട് പിളർപ്പാക്കി മാറ്റിക്കൊണ്ട് നാം അവരെ രക്ഷപ്പെടുത്തുകയുണ്ടായി. ഫഅത്ബഅഹും ഫിർഔൻ വജുനൂദുഹു ബഗ്യൻ വഅദ്വ, ആ ബനു ഇസ്രായേലുകളെ പിൻപറ്റിക്കൊണ്ട് ഫിർഔനും അവന്റെ കൂട്ടരും അക്രമത്തിലൂടെ ശത്രുതയിലൂടെ അവരുടെ പിന്നാലെ ഉണ്ടായിരുന്നു. ഹത്താ ഇദാ അദ്റകഹുൽ ഗറഖ്, അങ്ങനെ ആ കടലിലേക്ക് ഫിർഔനും കൂട്ടരും ഇറങ്ങിയപ്പോൾ അവരതാ ആ കടലിൽ മുങ്ങിപ്പോകുന്നു. അതിൽ മുങ്ങിപ്പോകുന്നു. ആ മുങ്ങിത്താഴുന്ന മരണത്തിന്റെ അവസരത്തിൽ ആ സത്യനിഷേധിയുടെ പര്യവസാനത്തിൽ ഫിർഔൻ പറഞ്ഞ വാക്ക് അല്ലാഹു തആല പറയുകയാണ്, ഖാല ആമൻതു അന്നഹു ലാ ഇലാഹ ഇല്ലല്ലദീ ആമനത് ബിഹി ബനു ഇസ്രായീൽ, ഞാനിതാ വിശ്വസിച്ചിരിക്കുന്നു, ബനു ഇസ്രായേലുകൾ ഏതൊരു ഇലാഹിലാണ് വിശ്വസിച്ചത് അവനല്ലാതെ ഒരു ആരാധ്യനില്ല, അവനാണ് എന്റെ സൃഷ്ടാവ്, അവനെയാണ് ഞാൻ ആരാധിക്കുന്നത് എന്ന വാക്ക് ഫിർഔൻ മരണം തൊണ്ടക്കുഴിയിലെത്തിയപ്പോൾ പറഞ്ഞു. മാത്രമല്ല വഅന മിനൽ മുസ്ലിമീൻ, ഞാനിതാ മുസ്ലിമാണ് എന്ന് ഫിർഔൻ പറയുകയുണ്ടായി. സഹോദരങ്ങളെ, അതെ അല്ലാഹു തആല പറഞ്ഞ വാക്ക് എത്ര സത്യമാണ്. അല്ലാഹു തആല പറഞ്ഞില്ലേ, റുബമാ യവദ്ദുല്ലദീന കഫറു ലൗ കാനൂ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളായിരുന്നെങ്കിൽ എന്ന് കുഫാറുകൾ കൊതിച്ചു പോകുന്ന സമയമുണ്ട് എന്ന്, കാഫിര്യങ്ങൾ കൊതിച്ചു പോകുന്ന സമയം. അതെ, അവരുടെ മരണം അവർ നേരിൽ കാണുന്ന സമയത്ത് അള്ളാഹുവിനെ നിഷേധിക്കുന്ന ആളുകൾ, ദീനിനെ കളിയാക്കുന്ന ആളുകൾ അവർ കൊതിച്ചു പോകും മുസ്ലിം ആയിരുന്നെങ്കിൽ. നാളെ പരലോകത്ത് ശിക്ഷ കാണുമ്പോൾ അവർ കൊതിച്ചു പോകും മുസ്ലിം ആയിരുന്നെങ്കിൽ എന്ന്. അതേ സഹോദരങ്ങളെ, മഹത്തായ ഈ ചരിത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ആവർത്തിച്ച് പറഞ്ഞു കൊടുക്കുന്നത് ഇതാ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യമുണ്ട്. ഇസ്ലാമിന്റെ പേരിൽ, അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്നതിന്റെ പേരിൽ, ഇസ്ലാമിന്റെ ധാർമ്മിക മൂല്യങ്ങളെ ജീവിതത്തിൽ കൊണ്ടു നടക്കുന്നതിന്റെ പേരിൽ എന്തെല്ലാം പരിഹാസങ്ങൾ നേരിടേണ്ടി വന്നാലും, എന്തെല്ലാം നിഷേധങ്ങൾ കേൾക്കേണ്ടി വന്നാലും ഇല്ല, ഈ ഇസ്ലാമിൽ ഉറച്ചു നിന്നുകൊണ്ട് നമുക്കതിന് മറുപടി പറയാൻ സാധിക്കും. അതെ, അവരുടെ പര്യവസാനം വരാൻ നിൽക്കുന്നതേ ഉള്ളൂ. അവരുടെ അവസാനം എങ്ങനെയായിരിക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അറിയിച്ചിട്ടുണ്ട്. ഇതാ ഈ ഫിർഔനിന്റെ അവസാനം നമുക്ക് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ആ മഹത്തായ ദിവസത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് അറിയിച്ചു തന്നിട്ടുണ്ട്. ഇതാ മുഹറം 10 ആശുറ ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലെത്തിയപ്പോൾ അവിടുത്തെ ജൂതന്മാർ നോമ്പ് നോൽക്കുകയുണ്ടായിരുന്നു ആശുറ ദിവസത്തിൽ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ചോദിച്ചു, ഏതാണ് മാ ഹാദൽ യൗമുൽ ലദീ തസൂമൂൻ, നിങ്ങൾ എന്താണ് ഈ ദിവസം നോമ്പ് നോൽക്കുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ അവർ മറുപടി പറഞ്ഞു, ഹാദാ യൗമുൻ അദീം, അതെ മഹത്തരമായിട്ടുള്ളൊരു ദിവസമാണത്. അൻജല്ലാഹു ഫീഹി മൂസ വ ഖൗമഹ, മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെയും ഖൗമിനെയും അല്ലാഹു തആല രക്ഷപ്പെടുത്തിയ ദിവസം. ഗറഖ ഫിർഔന വ ഖൗമഹ, ഫിർഔനിനെയും ഫിർഔനിന്റെ ആളുകളെയും അല്ലാഹു മുക്കിക്കൊന്ന ദിവസം. എന്നിട്ട് പറഞ്ഞു, ഫസാമ മൂസ ശുക്രൻ, മൂസാ നബി അലൈഹി ഇസ്ലാം അതിന് നന്ദിയായിക്കൊണ്ട് ആ ദിവസത്തിൽ നോമ്പ് നോൽക്കാറുണ്ടായിരുന്നു. ഫനഹ്നു നസൂമുഹു, ഞങ്ങളും അതാ നോമ്പ് നോൽക്കുന്നു. ഇത് കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞു, ഫനഹ്നു അഹഖു വ ഔലാ ബിമൂസാ മിൻകും, ഞങ്ങളാണ് നിങ്ങളെക്കാൾ മൂസാ നബി അലൈഹി ഇസ്ലാമിനോട് അടുത്തിട്ടുള്ളത്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പ് നോറ്റു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിമീങ്ങളെ അത് കൽപ്പിക്കുകയും ചെയ്തു. പോരാത്തതിന് അടുത്ത വർഷം ഞാൻ 9 കൂടി നോൽക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുകയും ചെയ്തു. അതുകൊണ്ട് ഈ മുഹറം 9, 10 എന്നുള്ള നോമ്പ് ഈ ഒരു ഓർമ്മയായിട്ട് ജൂതന്മാർ നോറ്റിരുന്നാണെങ്കിലും മൂസാ നബി അലൈഹി ഇസ്ലാമിനോടുള്ള നമ്മുടെ അടുപ്പം കാരണത്താൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ മേലെയും അത് കൽപ്പിക്കുകയുണ്ടായി. അത് സുന്നത്തായി അതിന്റെ മഹത്വത്തെ അറിയിക്കുകയുണ്ടായി. അതുകൊണ്ട് ആ നോമ്പ് എല്ലാവരും ശ്രദ്ധിക്കുക. അതോടൊപ്പം മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെയും ഫിർഔന്റെയും ചരിത്രത്തിൽ നിന്ന് അള്ളാഹുവിനെയും റസൂലിനെയും കളവാക്കിയ ആളുകൾക്കുണ്ടാകുന്ന പര്യവസാനം എങ്ങനെയായിരിക്കുമെന്നുള്ള ഗുണപാഠവും നാം ഉൾക്കൊള്ളുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി വഹ്ദഹു അസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ ബഅദഹു. ഇബാദല്ലാഹ് ഇത്തഖുല്ലാഹ്. സഹോദരങ്ങളെ, നാം ഓർമ്മപ്പെടുത്തിയതുപോലെ ഇസ്ലാം അനുസരിച്ച് ജീവിച്ചതിന്റെ പേരിൽ, അള്ളാഹുവിലുള്ള വിശ്വാസം പ്രഖ്യാപിച്ചതിന്റെ പേരിൽ, ഈ ദീനിന്റെ ധാർമ്മിക മൂല്യങ്ങളെ കൊണ്ടു നടന്നതിന്റെ പേരിൽ പലതരത്തിലുള്ള ആക്ഷേപങ്ങളും കളിയാക്കലുകളും പരിഹാസങ്ങളും ഓരോ മുസ്ലിമും അനുഭവിക്കേണ്ടി വരുന്നുണ്ട്.
ഈ സമയത്ത് നാം പറഞ്ഞല്ലോ ഈ സത്യനിഷേധികളുടെ പര്യവസാനം എന്താണെന്ന് അള്ളാഹു ഓർമ്മിപ്പിച്ചതുപോലെ അതുപോലുള്ള മറുപടി തന്നെയാണ് ഈ നിഷേധികളോട് നമുക്കും പറയാനുള്ളത്. ഒരിക്കൽ കാഫിറായിട്ടുള്ള നിഷേധിയായിട്ടുള്ള ആസ് ബിൻ വാഇൽ എന്ന വ്യക്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കിലേക്ക് വരികയുണ്ടായി. ഒരു ദ്രവിച്ചു തുടങ്ങിയ എല്ലുമായി എടുത്തിട്ടാണ് വന്നത്. ആ എല്ലിനെ തന്റെ കയ്യിലിട്ട് പൊടിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആ വ്യക്തി ചോദിച്ചു, ആ കാഫിർ ചോദിച്ചു, അയ്യുഹില്ലാഹു ഹാദാ ബഅദമാ അറാ, ഇതാ ഈ കോലത്തിലായതിനു ശേഷം, ഇങ്ങനെ പൊടിയായതിനു ശേഷം ഇതിനെ വീണ്ടും ജീവിപ്പിക്കുമെന്നാണോ, അള്ളാഹു ഇതിനെ വീണ്ടും ജീവിപ്പിക്കുമെന്നാണോ നീ പറയുന്നത് എന്ന് എനിക്ക് ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറുപടി എന്താണെന്ന് അറിയുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവനോട് പറഞ്ഞു, നഅം, അതെ, യുമീതുകല്ലാഹ്, അള്ളാഹു നിന്നെ മരിപ്പിക്കും, സുമ്മ യുഹീക്, പിന്നെ നിന്നെ ജീവിപ്പിക്കും, ഉയർത്തെഴുന്നേൽപ്പിക്കും, സുമ്മ യുദ്ഖിലുക ജഹന്നം, പിന്നെ നിന്നെ നരകത്തിലേക്ക് പ്രവേശിപ്പിക്കുകയും ചെയ്യും. അതേ സഹോദരങ്ങളെ, നിങ്ങൾ എന്തെല്ലാം പരിഹാസം ഉന്നയിച്ചാലും എന്തെല്ലാം കളിയാക്കൽ നടത്തിയാലും നമുക്ക് നിങ്ങളെ ഓർമ്മിപ്പിക്കാനുള്ളത് കത്തിജ്വലിക്കുന്ന നരകത്തെ കുറിച്ചാണ്. അല്ലാഹു തആല പറഞ്ഞു, വല്ലദീന കഫറൂ ലഹും നാറു ജഹന്നം, ആ കാഫിരീങ്ങൾക്ക് കുഫാറുകൾക്ക് അവർക്ക് അല്ലാഹു ഒരുക്കിയിട്ടുള്ളത് കത്തിജ്വലിക്കുന്ന നരകമാണ്. ലാ യുഖ്വാ അലൈഹിം, അവർക്ക് അവിടെ മരണം വിധിക്കപ്പെടില്ല. ഫയമൂതു, അവർക്ക് വിധിക്കപ്പെട്ടിരുന്നെങ്കിൽ അവർക്കൊന്ന് മരിക്കാമായിരുന്നു, അതിനുപോലും അവർക്ക് സാധിക്കില്ല. വലാ യുഖഫഫു അൻഹും മിൻ അദാബിഹാ, അതിന്റെ ശിക്ഷയിൽ നിന്ന് ഒരംശം പോലും അല്ലാഹു അവർക്ക് കുറച്ചു കൊടുക്കുകയില്ല. കദാലിക നജ്ദി കുല്ല കഫൂർ, അല്ലാഹു പറയുകയാണ്, അതുപോലെയായിരിക്കും ഓരോ കാഫിറിനും നാം ശിക്ഷ ഒരുക്കി വെച്ചിട്ടുള്ളത്, പ്രതിഫലം നൽകുക. മറ്റൊരായത്തിൽ അല്ലാഹു പറഞ്ഞു, ഇന്നല്ലദീന കഫറു വമാതു വഹും കുഫാർ, നിഷേധിയായി ജീവിച്ച് നിഷേധിയായിക്കൊണ്ട് കാഫിറായിക്കൊണ്ട് മരിക്കുന്ന ഓരോരുത്തർക്കും ഫലൻ യുഖ്ബല മിൻ അഹദിഹിം മിൽഉൽ അർളി ദഹബ വലൗ ഇസ്തദാ ബിഹി, പകരമായിക്കൊണ്ട് ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഭൂമി നിറയെ സ്വർണം കൊണ്ടുവന്നു തന്നാലും അത് അവരിൽ നിന്ന് സ്വീകരിക്കുകയില്ല. ഉലൈക ലഹും അദാബുൻ അലീം, അവർക്കതാ വേദനയേറിയ ശിക്ഷയുണ്ടായിരിക്കും, വേദനയേറിയ അവസാനമില്ലാത്ത ശിക്ഷ അവർക്കുണ്ടായിരിക്കും. സഹോദരങ്ങളെ, അതുകൊണ്ട് മുസ്ലിമീങ്ങൾ അവർക്ക് പ്രതീക്ഷിക്കാനും ഏതൊരു നിഷേധത്തിന്റെയും പരിഹാസത്തിന്റെയും മുമ്പിൽ ഏറ്റവും ധൈര്യത്തോടുകൂടി ഇന്ന് പറയാനുമുള്ള വാക്കാണ് ഈ പരലോകമെന്ന യാഥാർത്ഥ്യം. അല്ലാഹു തആല പറഞ്ഞു നോക്കൂ, ഇന്നല്ലദീന അജ്റമു കാനൂ മിനല്ലദീന ആമനൂ യദ്ഹഖൂൻ, അതെ, തെമ്മാടികളായി ജീവിച്ച ആളുകൾ അവർ മുഅ്മിനീങ്ങളെ നോക്കി കളിയാക്കി ചിരിക്കാറുണ്ട്, അവർ പരിഹസിക്കാറുണ്ട്, അവർ പല വാക്കുകൾ പറയാറുണ്ട്. വഇദാ മറൂ ബിഹിം യതഗാമസൂൻ, മുഅ്മിനീങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുമ്പോൾ മുഅ്മിനത്തായ സ്ത്രീകൾ അവരുടെ ശരീരം മറച്ചു നടന്നപ്പോൾ അവർ കളിയാക്കിയിട്ടുണ്ട്, അവർ പരിഹസിക്കും, അവരുടെ കണ്ണിട്ട് നോക്കും. വൈദൻഖലബു ഇലാ അഹ്ലിഹിം മുൻഖലിബൂൻ ഫഖീൻ, അവരവരുടെ ആളുകളും കൂടി ചേർന്ന് കളിയാക്കി ചിരിക്കാറുണ്ട് സ്ത്രീകളെ പറ്റിയിട്ട്. അല്ലാഹു മറുപടി പറഞ്ഞത് എന്താണെന്നറിയോ? അല്ലാഹു പറയുകയാണ്, അല്ലാഹു പറഞ്ഞു, ഫൽയൗമല്ലദീന ആമനൂ ബിനൽ കുഫാരി യദ്ഹഖൂൻ, ഒരു ദിവസം വരാറുണ്ട്, അന്ത്യനാളിൽ മുഅ്മിനീങ്ങൾ ഈ കാഫിരീങ്ങളെ നോക്കി കളിയാക്കി ചിരിക്കും. അവരീ പറഞ്ഞതിനും അവരീ ചെയ്തതിനെല്ലാം അലൽ അറായികി യൻദുറൂൻ, അവരാണെങ്കിലോ സ്വർഗത്തിലെ സുഖ സൗകര്യങ്ങളിൽ നോക്കിക്കൊണ്ട്, അവരുടെ റബ്ബിന്റെ വജ്ഹിലേക്ക് നോക്കിക്കൊണ്ട് അവിടുത്തെ സൗകര്യങ്ങളിൽ മെത്തകളിൽ ചാരിയിരിക്കുന്നവരായിരിക്കും. അവർ ചോദിക്കും, ഹൽ സുവിബൽ കുഫാറു മാ കാനൂ യഫ്അലൂൻ, അവർ ചെയ്തതിനുള്ളത് ആ കാഫിരികൾക്ക് കിട്ടിയില്ലേ എന്ന് സ്വർഗത്തിൽ വെച്ച് മുഅ്മിനീങ്ങൾ പറയും. അതുകൊണ്ട് സഹോദരങ്ങളെ, ഓരോ മുഅ്മിനും അവര് ഓരോ കാഫിറിനോട് മോഹപ്പെടുത്താനുള്ളത്, ഓരോ നിഷേധിയോട് മോഹിപ്പിക്കാനുള്ളത് പരലോകത്തെ കുറിച്ചാണ്. അള്ളാഹുവിനെ അനുസരിച്ച് ജീവിച്ചതിന്റെ പേരിൽ, തന്റെ ഇച്ഛകളെ അള്ളാഹുവിന്റെ ഇഷ്ടത്തിന് വേണ്ടി മാറ്റിവെച്ചതിന്റെ പേരിൽ അള്ളാഹു നൽകുന്ന പ്രതിഫലം വാങ്ങുമ്പോൾ കത്തിജ്വലിക്കുന്ന നരകത്തിലായിരിക്കും നിങ്ങൾ ഉണ്ടാവുക. അള്ളാഹു തആല നമ്മെ ഓരോരുത്തരെയും ഈമാനിൽ മരിപ്പിച്ച് സ്വർഗ്ഗാവകാശികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين، اللهم أعز الإسلام والمسلمين،
اللهم أعز الإسلام والمسلمين، اللهم أذل الشرك والمشركين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين.